ഇന്ന് നമ്മൾ നടന്നു ചെല്ലാൻ പോണത് പഴയകാലത്തെ ശിലായുഗത്തിലേക്കാണ്. ശിലായുഗത്തിൻ്റെ അവശേഷിപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള പല ഗുഹകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഗുഹയാണ് നമ്മളിന്ന് കാണാൻ പോണത്. അത് നമ്മുടെ കുന്നംകുളത്ത് നിന്ന് 2 കിലോമീറ്റർ മാത്രം ദൂരമുള്ള കക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. റോഡിൽ നിന്ന് കാണുന്ന ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് നേരെ കയറി കഴിഞ്ഞാൽ 2 സൈഡും ഗ്രില്ലോട് കൂടിയിട്ടുള്ള ഒരു ചെറിയ ഇടവഴിയാണ് നമുക്ക് കാണാൻ പറ്റുക. ആ വഴി അങ്ങനെ നേരെ കയറി ചെല്ലണത് ഇത്തരത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മുൻപിലാണ്. എല്ലായിടത്തും കാണുന്നതിലും വ്യത്യസ്തമായിട്ട് നമുക്കിവിടെ തോന്നിയത് ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് താഴത്തേക്ക് നോക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വട്ടത്തിലുള്ള ഭാഗമാണ്. ഇങ്ങനെ മുകളിൽ നിന്നുള്ളൊരു ഓപ്പണിങ് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഗുഹയ്ക്ക് കാണുന്നത്. സാധാരണ എല്ലായിടത്തും കാണുന്ന തരത്തിലുള്ള സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലാവുന്ന ഒരു ഭാഗം കൂടി ഇതിനുണ്ട്. ശിലായുഗത്തെ പറ്റിയിട്ടും ഈ ഗുഹയുടെ പ്രാധാന്യത്തെ പറ്റിയിട്ടും എല്ലാം ഇവിടെ പുരാവസ്തു വകുപ്പ് എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടും പുരാവസ്തു വകുപ്പ് ഇവിടെ ഇതിനെ പറ്റിയിട്ടുള്ള രേഖകൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ, ഈ ഗുഹകൾക്ക് പണ്ട് അടിയിൽ കൂടെ ഉള്ള അണ്ടർപാസുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ. നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ചൊവ്വന്നൂർ കേവിനെക്കാട്ടും ഒക്കെ ആഴത്തിലാണ് ഈ ഒരു സ്ഥലം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇത്തിരി പാടാം. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ഇതിനകത്തൊക്കെ കയറിയിട്ട് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് നോക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അവിടെ ഒരു കോണി ഇരിക്കുന്നത് കണ്ടു കേട്ടോ. ആ കോണി വെച്ച് അകത്ത് കയറിയിട്ടുണ്ട്. ഏകദേശം ഒരു 6 അടിയോളം ഈ ഒരു ഗുഹയ്ക്ക് ആഴമുണ്ട്. നമ്മളിതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തല തട്ടാത്ത രീതിയിലുള്ള ഒരു സ്പേസാണ് നമ്മൾ എത്തിപ്പെടുന്നത്. സാധാരണ ഗുഹകളിൽ കാണുന്ന പോലെ തന്നെ കിടക്കാനുള്ള കട്ടിൽ പോലത്തെ സംഗതികളും അതുപോലെ കുറേ സാധനങ്ങൾ വെക്കാനുള്ള സംഗതികളും ഒക്കെ ഇതിനകത്തുണ്ട്. എത്ര മഴ പെയ്താലും ഈ ഗുഹയ്ക്കകത്ത് ചെറിയ നനവല്ലാതെ വെള്ളം കയറില്ല എന്നുള്ളതാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു കേവ് കണ്ടെത്തിയപ്പോൾ തന്നെ അതിനകത്തുനിന്നും കുറേ സംഗതികൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് വഴിയും നമുക്ക് അകത്തേക്ക് ഇറങ്ങാൻ പറ്റുമെങ്കിലും അത്യാവശ്യം ഹൈറ്റിൽ തന്നെയാണ് ആ സ്റ്റെപ്പുകൾ ഉള്ളത്. എന്തായാലും ഇത്തരത്തിലുള്ള ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഗുഹകളും കാര്യങ്ങളൊന്നും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ കുന്നംകുളം അങ്ങാടിയിൽ നിന്ന് 5 മിനിറ്റ് ദൂരത്തിലാണ് ഈ ഒരു കേവ് ഉള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം.